നോക്കി. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എന്നില്ല. ഇപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയാണ് 1/4πε0 2z e²/r0. നമുക്ക് ആറുടെ ഇക്വേഷൻ വേണ്ടത് R0 ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ R0 അപ്പുറത്തേക്ക് കൊണ്ടുവരിക, കെനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അല്ലേ. ഇപ്പം മേടി പോകുമ്പോൾ മറ്റൊന്ന് താഴെ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? R0 = എങ്ങനെ എഴുതാം? 1/4πε0 2z e²/k എന്ന് വരും. k z²/k എന്ന് വരും. അതിൽ k എന്ന് പറഞ്ഞാൽ എന്താണ്? k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളാണ്. ഇതിൽ R0 തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് എപ്പോഴാണോ നമ്മൾ ഇവിടുന്ന് വിടുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി ഇവിടെ വരുമ്പോഴേക്കും തീർന്നു എന്ന് പറയുമ്പോഴേക്കും കൺവേർട്ട് ആവും. നേരെ കൈനറ്റിക് എനർജിയിൽ നിന്ന് എങ്ങോട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് കൺവേർട്ടായി ഈ സാധനത്തിൻ്റെ എന്ത് സീറോ ആയിപ്പോൾ കൈനറ്റിക് എനർജി 0 ആവുകയും നേരെ തിരിച്ച് അതേ പാത്തിലൂടെ തിരിച്ചു വരികയും ചെയ്യുന്നത് എപ്പോഴാണോ, അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിലാണോ അത് തിരിച്ചു വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഇതാണ് മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത്, അതായത് ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ഇവൻ്റെ റിപ്പൽഷൻ ഏൽക്കണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അതിൻ്റെ അടുത്ത് വരുമ്പോഴല്ലേ റിപ്പൽഷൻ ഏൽക്കുള്ളൂ അല്ലേ. അതായത് അതിൻ്റെ ചാർജ് ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ചാർജ് എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയസ് അവൻ്റേതായ ഒരു എനർജിയിലാണ് വരുന്നത്. അപ്പോൾ എനർജിയിൽ വന്നിട്ട് അവനെ തിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടുത്തെത്തുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ R0 നിന്ന് നമുക്ക് മനസ്സിലായി, R0 കണ്ടുപിടിച്ചോടെ നമുക്ക് മനസ്സിലായി, R0 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ന്യൂക്ലിയസിൻ്റെ സൈസ് തന്നെയാണ്. കാരണം എന്താ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? പോസിറ്റീവ് ചാർജൊക്കെ ഉള്ള ചാർജുകൾ ഇരിക്കുന്നത്, പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനെ റിപ്പൽ ചെയ്ത് തിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വരുമ്പോഴല്ലേ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായി? അല്ലെങ്കിൽ ദൂരെ നിൽക്കുമ്പോൾ തന്നെ റിപ്പൽ ചെയ്ത് പറഞ്ഞാൽ അത്രയും ഭയങ്കര പവറായിരിക്കണം, ഭയങ്കര ചാർജ് ആയിരിക്കും. പക്ഷേ ഇത് അത്ര ചാർജ് ഇല്ല, എന്നാൽ ഇവനെ തിരിച്ചു വിടുന്നുമുണ്ട്. അപ്പോൾ മനസ്സിലായി, എന്തൊക്കെ പറഞ്ഞാലും ഈ R0 എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കും ഏറെക്കുറെ ന്യൂക്ലിയസിൻ്റെ സൈസായിട്ടും പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഓരോ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ആ നേരത്തെ പറഞ്ഞ 10⁻⁻15 to 10⁻⁻14 മീറ്റർ എന്നൊരു ന്യൂക്ലിയസിൻ്റെ സൈസ് പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്നാണ് ഏറെക്കുറെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ആൽഫ പാർട്ടിക്കിൾ നമ്മളെ ടാർഗറ്റ് ന്യൂക്ലിയസ്, ഇതിലേക്ക് ആരെ ഇടിപ്പിക്കുകയാണ്? നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ഇടിപ്പിക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇവിടുന്ന് ഒരു കൈനറ്റിക് എനർജി കൊടുത്താണ് വിടുന്നത്. ഇവൻ അവിടുന്ന് തള്ളി അങ്ങ് വിടുവാണ്. അങ്ങനെ തള്ളി വിട്ട് ഇവനെ ചെന്ന് ഇടിക്കാൻ വേണ്ടിയാണ് വിടുന്നത്. പക്ഷേ ഇടിക്കുമോ? ഇല്ല. ഇടിക്കാനായിട്ട് കുറച്ച് ദൂരെ ചെല്ലുമ്പോൾ തന്നെ, അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആര് തിരിച്ചു വിടും? ന്യൂക്ലിയസ് അവനെ റിപ്പൽ ചെയ്ത് തിരിച്ചു വിടും, മനസ്സിലായി? അപ്പം ഇവിടുന്ന് നമ്മൾ നല്ല രീതിയിൽ കൈനറ്റിക് എനർജി കൊടുത്തു വിടുന്ന ആൾ ഇവിടെ ചെല്ലുമ്പോഴേക്ക് എന്തായി പോവും? അവനവിടെ നിന്ന് പോവും. അവനവിടെ നിന്നിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ ആ എനർജി കൺവേർഷൻ ആലോചിച്ച് വെക്കുക ആദ്യം. എവിടെ നിന്ന് എങ്ങോട്ടാണ് എനർജി കൺവേർട്ട് ആകുന്നത്? കൈനറ്റിക് എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് എനർജി കൺവേർട്ട് ആകും. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇവന് പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് പറയുന്നു? എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ ഈ ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ദൂരെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് കൺസിഡർ ചെയ്യാൻ കാര്യം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ 1/4πε0 Q1 Q2 R ആണ്. ഇതിൽ R ഇൻഫിനിറ്റി ആണ്, 1/∞ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഇവന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിനോട് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ടെൻസ് ടു 0 ആയി പോകും. കാരണം എന്താണ്? കൈനറ്റിക് വെലോസിറ്റി കുറയും അല്ലേ, കുറഞ്ഞ് അപ്പോൾ ആ എനർജി എന്തിലേക്ക് കൺവേർട്ടായി? നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് കൺവേർട്ടായി. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം ടോട്ടൽ എനർജി എങ്ങനെ വന്നാലും സെയിം ആയിരിക്കും. സോ ടോട്ടൽ എനർജി, ഇനീഷ്യൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനീഷ്യൽ ടോട്ടൽ എനർജി എഴുതി, ഫൈനൽ ടോട്ടൽ എനർജി എഴുതി. ആ രണ്ടിൽ നിന്നും നമ്മൾ എന്തെഴുതി? അവിടെ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ ഇക്വേഷൻ എഴുതി. അതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ ഇക്വേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ് സ്ഥിരം കേട്ടോ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കൊണ്ടിരിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഒരു 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ടുള്ളൊരു ആൽഫ പാർട്ടിക്കിളിനെ അവർ പമ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബൊമ്പാടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടാകുന്ന കഴിഞ്ഞപ്പോൾ എന്നിട്ട് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് എനർജി തന്നിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിളാണ്, അപ്പോൾ മാസൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ ഡി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക്, ഈ ഇക്വേഷനിൽ എന്തൊക്കെ മതി? ഈ R0 കണ്ടുപിടിക്കാൻ എന്തൊക്കെ മതി? 1/4πε0 വേണം അല്ലേ. അതിൻ്റെ വാല്യൂ ആണ് 9 × 10⁻⁹. പിന്നെ 2 അല്ലെങ്കിൽ Z ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19 കൂളമ്പാണ്. 9.1 പറയുന്നത് എന്താണ്? അതിൻ്റെ മാസാണ് അല്ലേ.
ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ മേത്തോട്ടാണോ ഇടിപ്പിക്കുന്നത് അവൻ്റെ അറ്റോമിക് നമ്പറാണ് ഇസഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, അല്ലെങ്കിൽ ഇനിഷ്യൽ എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ, ഈ ക്വസ്റ്റ്യനിൽ ഇൻ ഗിഗർ മാഡ്സൺ എക്സ്പെരിമെൻറ്റ് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദി ന്യൂക്ലിയസ് ഓഫ് 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആൽഫ പാർട്ടിക്കിൾ ബിഫോർ ഇറ്റ് കംസ് മൊമെൻ്റലി ടു റെസ്റ്റ് ആൻഡ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പം ഗോൾഡ്, ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗോൾഡാണ് അല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പരും എത്രയാണ്? ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 ആണല്ലേ. 79 ആണ്. ഇവിടെ ഉറങ്ങല്ലേ. 79 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് R0 കണ്ടുപിടിച്ചത്. R0 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. R0 = 2c² 4πε0 k ആണ്. അതായത് നമ്മൾ നേരത്തെ എഴുതിയ 1/4πε0 2ZE²/k. ഇതിൻ്റെ അകത്ത് ഇത് 9 × 10⁹. 2 Z എത്രയാണ്? ഇതിൽ ആരെയാണ് നമ്മൾ കൊണ്ടിടിപ്പിക്കുന്നത്? അവർ യൂസ് ചെയ്ത ആരെയാണ്? ഗോൾഡിനെയാണ്. 79 ആണ് ഇസഡ്. ഇയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, E² ആക്കുക, കെയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. മനസ്സിലായി? എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കുകയും വേണം. ഓക്കെ, നോക്കിയത്